ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ഒരു ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. കാരണം എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം തന്നിരിക്കുന്ന എല്ലാ മഹത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആവേ മരിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. ഇന്ന ആൾക്കാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, ഇന്ന ആൾക്കാർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നൊക്കെ ചില ടോക്കുകളൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. അവസാന വിധി എന്ന് പറയുന്നത് കർത്താവിന് മാത്രം, അതായത് നമ്മുടെ പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ആ മണിക്കൂറിനെക്കുറിച്ചോ ആ സമയത്തെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഒരു നാൾ കർത്താവിൻ്റെ, യേശുവിൻ്റെ, പിതാവിൻ്റെ മുൻപിൽ, ന്യായവിധിക്ക് മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വരും. അത് മരിച്ചവരടക്കം നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വർഗം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന നമ്മുടെ ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുടുംബത്തെ, നിങ്ങൾ എന്തായിരിക്കുന്നുവോ, നിങ്ങളിപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ കുടുംബം, നിങ്ങൾ ആ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമ നമ്മൾ പൂർത്തീകരിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ സ്വർഗമാക്കി മാറ്റുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും അതുപോലെ തന്നെ പരസ്പര വിശ്വാസം കൊണ്ടുമൊക്കെ വിട്ടുകൊടുക്കൽ കൊണ്ടുമൊക്കെ നമ്മൾ പരസ്പര സ്നേഹത്തോടും ഒത്തൊരുമയോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടൊക്കെ നമ്മൾ സംസാരിച്ച്, ഓപ്പണായിട്ട് സംസാരിച്ച്, വളരെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് മക്കളൊക്കെ ആയിട്ട് ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ, വിശുദ്ധിയിൽ, ദൈവത്തിൽ പോകുമ്പോൾ നമുക്ക് ആ കുടുംബത്തെ യഥാർത്ഥത്തിലായിട്ട് വിളിക്കാൻ പറ്റും, സ്വർഗമെന്ന് വിളിക്കാൻ പറ്റും. അതാണ് ഭൂമിയിലുള്ള സ്വർഗം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഭൂമിയിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ദൈവം നമ്മളെ വിധിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, ഞാൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ്. ആ ഒരു കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കർത്താവ് നമ്മളെ വിധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ള സമയം വരുമ്പോൾ മാറ്റി ചിന്തിക്കുക തന്നെ വേണം. ചില ആളുകളിൽ കർത്താവ് മനസാന്തരപ്പെടാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരും. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം പ്രവചനങ്ങൾ നിറവേറുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ യുവാക്കളും ഒക്കെ, വൃദ്ധന്മാരും ഒക്കെ ഈ സ്വപ്നങ്ങൾ കാണുകയും അടയാളങ്ങൾ കാണുകയും സുവിശേഷം പ്രസംഗിക്കുകയും വചനം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന വിശുദ്ധ കുർബാനയ്ക്കോ പ്രാർത്ഥനകൾക്കോ യാതൊരു പഞ്ഞവും നമ്മുടെ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഓണം എന്നതുപോലെ തന്നെ നമ്മുടെ ഭവനത്തെ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ സ്വർഗമാക്കി വെക്കുക. പ്രൈസ് ലോർഡ്. നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടം സ്വർഗമാണെങ്കിൽ നമുക്ക് ദൈവമായിരിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതേസമയം നമ്മൾ ആ ഒരു സ്ഥലത്തെ ഒരു നരകം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എപ്പോഴാണ്, നരകമാക്കി മാറ്റുന്നത് എപ്പോഴാണ്, ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോഴാണ്, അല്ലേ? സാത്താൻ്റെ, പിശാചിനെ പോലെ ചിന്തിക്കുമ്പോഴാണ്. ഞാൻ വലിയവനാണ്, വലിയ ആളാണ്, എനിക്ക് എന്താ പറയുക, അവരെക്കാൾ കൂടുതൽ കഴിവുണ്ട്, എളിമപ്പെടാനായിട്ട് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ശരീരം വിറ്റ് ജീവിക്കുക, വിഗ്രഹാരാധനകൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വിഗ്രഹാരാധന എന്ന് പറയുന്നത് കർത്താവിൽ, അതായത് മറ്റെല്ലാ തരത്തിലും പെടും കേട്ടോ. അതായത് ദൈവത്തെ മറന്ന്, യഥാർത്ഥ ദൈവത്തെ മറന്ന് മറ്റെന്തിനേയും ആരാധിക്കുന്നതിന് നമുക്ക് വിഗ്രഹാരാധനയായിട്ട് കൂട്ടാം. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ട്. അതായത് ഇവരെല്ലാം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ഞാൻ ഏത് വചനഭാഗമാണെന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയുന്നു. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ടില്ല.
ഈ ഒരു പ്രഭാതത്തിലെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു നാളുകളിലൊക്കെ ആയിട്ട് അധികമായിട്ട് എന്താ പറയുക, ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ യഥാർത്ഥികമായിട്ട് നമ്മൾ ആരും അങ്ങോട്ടേക്ക് പ്രവേശിക്കാത്ത ദൈവമക്കളാണ്, അല്ലേ? നമ്മൾ മരിച്ചിട്ടില്ല. മരിച്ച് അവിടെ ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നവർക്ക് ആ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തുള്ളൂ. ഇനി വിശുദ്ധരായിട്ടുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്കറിയാം, വിശുദ്ധ ഫൗസ്റ്റീന, അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഈ സ്വർഗത്തെക്കുറിച്ചും നരകം കണ്ടതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊക്കെ വായിക്കാം. പക്ഷെ ഓർക്കുക, നമ്മുടെ ഭൂമിയിലൊരു ജീവിതം ദൈവം തന്നിട്ടുണ്ട്. ആ ജീവിതം നമ്മൾ മനോഹരമായി സ്വർഗതുല്യമായി കൊണ്ടു നടക്കുമ്പോഴാണ് യഥാർത്ഥ സ്വർഗമായി മാറുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ സ്വർഗമാക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പേര് രേഖപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക, ഇന്നിന്ന ആളുകൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ബാക്കി ആളുകൾ നരകത്തിൽ പോകും എന്നൊന്നുമില്ല കേട്ടോ. അത് വിധിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വിധിക്കുന്നത് ദൈവമാണ്. നമ്മൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് വിധിക്കുന്നത് ദൈവമാണ്. എത്ര കഠിന പാപിയാണെങ്കിൽ പോലും നമുക്കറിയാം അവസാന നിമിഷം, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈശോ മിശിഹാ കുരിശിൽ കിടക്കുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിലാണ് കർത്താവ് കിടന്നത്, അല്ലേ? അവസാന നിമിഷം മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പോലും സുവിശേഷം പറയുന്നുണ്ട്. അത് നമുക്കറിയാം, അതിലൊരു കള്ളൻ കർത്താവിനോട് പറയുന്നുണ്ട്, നീ പോകുമ്പോൾ എനിക്ക് വേണ്ടി നിൻ്റെ അവിടെ പർദീസായി എനിക്കും കൂടി സ്ഥലം ഒരുക്കി തരാമോ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ കർത്താവ് എന്താണ് പറയുന്നത്? ഉറപ്പായിട്ടും, അല്ലേ? കർത്താവ് സമ്മതിക്കുന്നുണ്ടല്ലേ? അപ്പം നമുക്കറിയാം അവൻ്റെ ആത്മാവിനെ ദൈവത്തിനരികിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. അവിടെ ആ മനുഷ്യൻ, കള്ളനെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, കാരണം അതൊരു ശരിയായ ഒരു രൂപമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ ഒരു മനുഷ്യൻ എന്താ പറയുക, ഇതിനു മുമ്പ് യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. പ്രാർത്ഥനയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? നിയമലംഘനമാണ്, അല്ലെ? മോഷണമാണ്. ആ മനുഷ്യനാണ് അവസാന നിമിഷം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് യേശുവിനോട് ചോദിക്കുന്നത്, നീ പോയി കഴിയുമ്പോൾ നീ പോകുന്നിടത്ത് എനിക്കൊരു സ്ഥലം ഒരുക്കി തരാമോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. ആ വ്യക്തിക്ക് എന്തായിരുന്നു അറിയാമായിരുന്നത്? യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നോ? ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നോ? കർത്താവ് ആ വ്യക്തിയെ അവസാന നിമിഷമല്ലേ അദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവസാന നിമിഷമാണ് അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭൂരിഭാഗം ആളുകളും ദൈവത്തെ അറിയാത്തവരാണ്, വിശ്വാസമില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റു മതങ്ങളിൽപ്പെട്ടവരുണ്ട്. ഭൂരിഭാഗം ആളുകളും ദൈവത്തെ അറിയാത്തവരാണ്. ഇവരൊക്കെ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ മനോഹരമായിട്ട് ചെയ്യുക. ദൈവത്തോട് ആലോചന ചോദിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധീകരണം തേടിയും അതുപോലെ വിശുദ്ധി പ്രാപിച്ചും വിശുദ്ധീകരണം തേടിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് ഹൃദയവിശുദ്ധിയോടെ ചെയ്യുക. ശരീരവിശുദ്ധിയും ഹൃദയവിശുദ്ധിയും വളരെ പ്രധാനമാണ്. അങ്ങനെ ചെയ്യുക. എങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇവിടെ നമുക്ക് നരകമെന്ന് വിശേഷിപ്പിക്കുന്നത് സാത്താൻ നമ്മുടെ ആത്മാവിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. അല്ലാതെ ഇന്നിന്ന ആളുകൾ മാത്രമേ സ്വർഗത്തെ പ്രവേശിക്കൂ എന്ന് ഒരിക്കലുമില്ല കേട്ടോ, ഒരിക്കലുമില്ല. കാരണം നമുക്കത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒരിക്കലും എല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പ് നിൽക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാത്രമാണ് ആര് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി
എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ദൈവം കരുണയുള്ളവനാണ്. അവന് വേണ്ടത് നീതിമാനെയല്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്, പാപികളെ വിളിക്കാനാണ് വന്നിരിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് സേവ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത് പാപികളെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷ എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ശരിയായത് തിരഞ്ഞെടുക്കുക. നന്മയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ, അതായത് പുറമേ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് വിശുദ്ധ വേദപുസ്തകവുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല ആളുകളിലും ഭയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടോക്കുകൾ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. ദൈവം നിങ്ങളെ സന്തോഷത്തോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ.